അപ്പോൾ ആരൊക്കെയുണ്ട്? ഫിലിപ്പിയിൽ 3 കൂട്ടരെ പറയുന്നു. വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ദൈവമക്കളാണ്. കർത്താവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് യേശുക്രിസ്തു നീതീകരിച്ച് കഴിയുമ്പോൾ നീതീകരിക്കപ്പെടുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സ്ഥാനപ്പേരാണ് വിശുദ്ധന്മാർ. അല്ലാതെ വിശുദ്ധി മാത്രം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പേര് നമുക്ക് കിട്ടിയ പേരല്ല. സ്തോത്രം, മനസ്സിലായോ? അതൊരു സ്ഥാനപ്പേരാണ്. ആ ഒരു മാർഗത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു സ്ഥാനപ്പേര് കിട്ടി. സ്തോത്രം. രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് പലർക്കും അങ്ങനെ സ്ഥാനപ്പേര് കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. ചില ആൾക്കാരുടെ പേരിൻ്റെ കൂടെ വൈദ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? ക്രൈസ്തവ ലോകത്ത് ശക്തരായൊരു പ്രഭാഷകനുണ്ടെന്ന് ജീവിച്ചിരിക്കുന്നു, കോശി വൈദ്യൻ. വൈദ്യൻ എന്ന പേരും കെട്ടോട്ട് കുപ്പിയും കൊണ്ട് കഷായത്തിന് എന്നാൽ പുള്ളി ഓടിക്കും. കാരണം കഷായം തരുന്ന വൈദ്യനല്ല പുള്ളി, കുഴമ്പ് തരുന്ന ആളല്ല. നമ്മുടെ വിചാരം വൈദ്യനെന്ന് കേട്ട ഉടനെ തന്നെ കുഴമ്പും കഷായം തരുന്ന ആളാണ്. അതല്ല. പിന്നെ എന്താണെന്നറിയാമോ? രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് ഒരു കുടുംബത്തിന് രാജാവ് സ്ഥാനപ്പേര് കൊടുത്തു, വൈദ്യ കുടുംബം. അപ്പൊ ആ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എല്ലാവരുടെയും പേരിന്റെ കൂടെ വൈദ്യനെന്ന് ചേർക്കാം. കുഴമ്പ് കൂട്ടാൻ അറിഞ്ഞിട്ടല്ല, അത് രാജാവ് കൊടുത്തൊരു സ്ഥാനപ്പേരാ. പണിക്കർ ഫാമിലി കേട്ടിട്ടുണ്ടോ? ഒരു സ്ഥാനപ്പേരാ. ആ പേരിന്റെ കൂടെ എല്ലാം എന്ത് ചേർക്കാം? പണിക്കർ. അങ്ങനെ ചില പേരുകൾ, പിള്ള, സ്തോത്രം, എന്നത് രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ തെളിഞ്ഞ സംഭവം. ഇതുപോലെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ആരും എതിർക്കാനില്ല. മഹാരാജാവായ ദൈവം അവന്റെ പുത്രന്റെ ചോരയാൽ നീതീകരിക്കപ്പെട്ടപ്പോൾ അവർക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ് വിശുദ്ധന്മാർ. വിശുദ്ധന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് അർത്ഥം ഈ ബൈബിൾ അറിയാൻ വയ്യാത്ത ചില പുള്ളികൾ കയറി ഇതിനകത്ത് ഉള്ളവന്മാർ തന്നെ ചോദിക്കും, ഇയാൾ അങ്ങ് വിശുദ്ധി മാത്രമാണ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ പറയുന്നത് അത് വിശുദ്ധി മാത്രം ചെയ്യുന്നു. കൊരിന്ത്യ സഭക്കാരെ വിശുദ്ധന്മാരെന്ന് വിളിച്ചു, പക്ഷെ അതിനകത്തും കുരുത്തക്കേട് കാണിച്ചവരില്ലേ? സ്തോത്രം. പൊതുവിൽ ദൈവമായ കർത്താവ് കൊടുക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് വിശുദ്ധന്മാർ. സ്തോത്രം. പിന്നെ അങ്ങനെ പേര് കൊടുത്തിട്ട് ഒരാഹ്വാനം കൂടി തന്നു, നിങ്ങൾ വിശുദ്ധിയെ തികച്ചോളണം എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? സ്തോത്രം. ഈ പേര് നിനക്ക് ദൈവം ഔദാര്യമായിട്ട് തന്നിരിക്കുക, ആ പേരിന് തക്കവണ്ണം ജീവിച്ചോളണം. സ്തോത്രം. നീ ആരാന്ന് നിനക്കൊരു പേര് തന്നിരിക്കുക, അതിന് തക്കവണ്ണം നീ നിന്നെ തന്നെ ഒരുക്കി കാണണം, അത് കളയാതെ നോക്കണം. ഹല്ലേലൂയ. ആ പേരിന് യോഗ്യരാക്കാൻ കൃപയാൽ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ മനസ്സ് തുറന്ന് സ്തോത്രം ചെയ്താരേ. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫിലിപ്പിയിലെ വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും. അപ്പൊ കുറച്ചുകൂടെ അവിടെ ലെവല് കൂടി. ശുശ്രൂഷകന്മാരുടെ ഇടയിൽ തന്നെ കുറച്ചുകൂടെ ഹയറായിട്ട് അധ്യക്ഷന്മാരുണ്ടായി. കാരണം സഭ വളരാൻ തുടങ്ങി, ജാതികളുടെ ഇടയിലേക്ക് സഭ സ്തോത്രം വന്നു കയറി, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ആളുകളായി. സ്തോത്രം. അങ്ങനെ ആയ സമയത്ത് അധ്യക്ഷന്മാർ, മേളിൽ സ്തോത്രം ദൈവമായ കർത്താവ് ആക്കി വെച്ച അധ്യക്ഷന്മാർ. യാക്കോബ്, ലേഖനം എഴുതിയ യാക്കോബ് യെരൂശലേമിൽ സഭയുടെ ഒരു അധ്യക്ഷനായിരുന്നു. അങ്ങനെ സ്തോത്രം സഭയ്ക്കകത്ത്. അപ്പൊ ഈ സഭയ്ക്കകത്ത് ഇങ്ങനെ എല്ലാവരും ഒരുപോലെ അല്ല, വ്യത്യസ്തമായ സ്തോത്രം ഉദ്യോഗസ്ഥ വൃന്ദൻ പോലെ ദൈവമായ കർത്താവ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊരിന്ത്യയിലേക്ക് പോകാം. 5 കൂട്ടരെ കാണാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ എന്ന് പറഞ്ഞ ശുശ്രൂഷകന്മാർ, പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസഗണം, പിന്നെ ആരെയാ? ക്രിസ്തു അതിനകത്തുണ്ട്, ദൈവം അതിനകത്തുണ്ട്, പരിശുദ്ധാത്മാവ് അതിനകത്തുണ്ട്. ആ വാക്യത്തിനകത്ത്. അപ്പോൾ ശുശ്രൂഷകന്മാരും വിശ്വാസികളും ക്രിസ്തുവും ദൈവവും പരിശുദ്ധാത്മാവും, ഈ 5 കൂട്ടരെയും കൂടി ഒരുമിച്ച് എഴുതിയിരിക്കുന്ന ഒരേ ഒരു വാക്യമാണ് നമ്മൾ ഈ വായിച്ച വാക്യം. ഉപദേശപരമായിട്ടും സ്തോത്രം അല്ലെങ്കിൽ ന്യായമായിട്ടൊക്കെ അതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിക്കാം. പക്ഷേ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ 20-ാം രാത്രി ദൈവശാസ്ത്രം പറയാനല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. അതിനകത്തുനിന്ന് ദൈവസന്നിധി ചില ദൂതുകൾ പറയാനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിനകത്തുനിന്ന് അഴിച്ചു പറക്കി ചില വാക്കുകൾ പുറത്തേക്കെടുത്ത് അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ യോഗത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നവർക്കും വന്നവർക്കും വേണ്ടി ദൈവമായ കർത്താവ് ചിലത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഇവിടെ നോക്കൂ സ്തോത്രം. ആദ്യത്തെ ഒരു പ്രയോഗം ഞാൻ പറയാം. ഇവിടെ പൗലോസ് പറയുന്നു, ഞങ്ങളെയും നിങ്ങളെയും കൂടി ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്.
അങ്ങനെ ഒരു ഇടപാട് ദൈവം ചെയ്യും. എങ്ങനെ? ഉറപ്പിക്കുക. ആത്മീകത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്, ഉറയ്ക്കുക. ഞാൻ ഈ പുസ്തകം പഠിച്ചോണ്ട് മനസ്സിലാക്കിയ കാര്യം പറയാം. ഈ വാക്യത്തിൻ്റെ എഴുത്തു ഭാഷയാണ് എഴുതിയിരിക്കുന്നത്. അതിനെ നമ്മൾ സംസാര ഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്രയുള്ളതിനകത്ത് ഞങ്ങളെ നിങ്ങളെയും കൂടി ക്രിസ്തുവിൽ ഉറപ്പിച്ച് കഴിയുമ്പോഴാണ് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. ഉറക്കുക എന്ന് പറയുന്ന സംഭവം. ചില ആളുകൾ 10 കൊല്ലം നടന്നാലും ഉറക്കുകയല്ല. ഉറക്കുക എന്ന് പറഞ്ഞൊരു സഭയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതല്ല. പിന്നെ എന്താണ്? യേശു എന്നെ രക്ഷിക്കും, കർത്താവ് എന്നെ കൈവിടിയല്ല, ഞാൻ നിത്യതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചവനാണ്, ദൈവത്തിന് എൻ്റെ മേൽ ഉത്തരവാദിത്വമുണ്ട്, ലോകത്തിന് ശക്തിക്ക് എന്നെ തൊടാൻ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിനകത്ത് ഉറപ്പ് കിട്ടുന്നതാണ് ഈ ഉറക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഉറക്കുന്നവൻ സംശയിക്കുകയല്ല. സംശയിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന കടൽ തിരക്ക് സമനാണ്. ഒരിക്കലും അവനൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉറച്ചവരുണ്ടെങ്കിൽ ഓർത്തോളണം, ഒരുപാട് സാധ്യതയുണ്ട്. ഞാൻ ഈ ഉറക്കുക എന്ന് പറയുന്ന തന്നെ ബൈബിൾ ഒരു വലിയ തീമാണ്. സ്തോത്രം. ഉറയ്ക്കണം. ഉറച്ചവൻ്റെ ലക്ഷണങ്ങളുണ്ട്, ഉറച്ചാൽ കിട്ടുന്ന നന്മകളുണ്ട്. ഈ ആത്മശക്തി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളെ ഞങ്ങളെയും കൂടി ക്രിസ്തുവിൽ ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിച്ചവർക്ക് കിട്ടുന്നതാണ് അഭിഷേകം. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കാൻ, ശരിക്കും തെളിയിക്കാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ഉറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഉറച്ചവരെ ദൈവം അഭിഷേകം ചെയ്യും. നീ കർത്താവിൽ ഉറച്ചാൽ, കർത്താവിന്റെ വേലയിൽ ഉറച്ചാൽ, നീ ദൈവകൃപയിൽ ഉറച്ചാൽ, നീ സഭയിൽ ഉറച്ചാൽ, നീ വിശ്വാസത്തിൽ ഉറച്ചാൽ, അങ്ങനെ ഉറച്ചവർക്ക് ദൈവം പരിശുദ്ധാത്മാവിന്റെ അടുത്ത തലങ്ങൾ തരും. ഞാൻ വേറെ 1-2 വാക്യങ്ങൾ കൂടി സംശയ നിവാരണം വരുത്താൻ വേണ്ടി നിങ്ങളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. വേറെ 1-2 വാക്യം കൂടി പറഞ്ഞു കേൾപ്പിക്കാം. സ്തോത്രം. 1 പത്രോസ് 5:10 വായിച്ചേ. 1 പത്രോസ് 5:10 പെട്ടെന്ന് വാക്യം വായിച്ചു തരുവാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ടാവും. സ്തോത്രം. 1 പത്രോസ് 5:10 വായിച്ചേ. 1 പത്രോസ് 5:10 എന്താ എഴുതിയിരിക്കുന്നത്? 5:10. ആ ആ നോക്കണേ. ആ വാക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ചില സുന്ദരമണ്ഡലിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് വായിക്കുമ്പോൾ വെച്ചോട് പിടികിട്ടും. നോക്കിയേ, ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യദേശനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പൊ ശക്തീകരിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഉറപ്പിച്ച് കഴിയുമ്പോഴാ. സ്തോത്രം. അല്ല ചുമ്മാ നമ്മളങ്ങനെ ശക്തി, ദൈവം ശക്തീകരിച്ചെങ്കിലേ ശക്തി ഉണ്ടാകുള്ളൂ. പക്ഷെ ആ ശക്തി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഉറച്ചുന്ന ദൈവത്തിന് ബോധ്യം വരണം. ഹല്ലേലൂയ. നീ ഇനി ചത്താലും വേണ്ടില്ല, ഞാൻ ഇട്ടിട്ട് പോകത്തില്ല എന്ന് സ്വർഗത്തിലെ ദൈവത്തിന് ബോധ്യം വന്നാൽ, ആ ബോധ്യം ദൈവത്തിന് കിട്ടിയാൽ, ആ ഗ്യാരണ്ടി കിട്ടിയാൽ, അന്ന് ദൈവം അസാധാരണ ശക്തി തരും. നീ അത് തെളിയിക്കണം. ഞാൻ ഉറച്ചു, ഞാൻ ഇനി ഇളകത്തില്ല. യെസ്, ദൈവത്തിൽ നിന്ന് മാറത്തില്ല. ഇനി ആര് പറഞ്ഞാലും ഇളകത്തില്ല. ഇനി ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ദൈവകൃപ വിട്ടു പോകില്ല. സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കില്ല എന്ന് നമ്മൾ ദൈവമുമ്പിൽ തെളിയിച്ചാൽ, അങ്ങനെ ഉറപ്പ് കിട്ടിയാൽ, അങ്ങനെ ഉറയ്ക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം ശക്തീകരിക്കും. അങ്ങനെ ഉറയ്ക്കുന്നവനെ അഭിഷേകം ചെയ്യും. സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തിന് ആ വിശ്വാസം ഉണ്ടാകണം. സ്തോത്രം. ദൈവത്തിന് വിശ്വാസം ഉണ്ടാകണം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത് പോലെ ദൈവം നമ്മളെ വിശ്വസിക്കണം. പൗലോസ് പറയുന്നൊരു വാക്ക് കണ്ടോ? എന്നെ വിശ്വസ്തനെന്നെണ്ണി ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. എൻ്റെ അർത്ഥം എന്താ? ചുമ്മാ ഞാനിങ്ങ് വന്ന വഴി എടുത്ത് തന്നതല്ല, ഞാൻ എൻ്റെ വിശ്വസ്തത തെളിയിച്ചു. അന്നേരാണ് എനിക്ക് ശുശ്രൂഷ കിട്ടിയത്. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലായോ? ഞങ്ങളോട് പറയാം, ദൈവം പണമൊക്കെ ഫ്രീ ആയിട്ട് തരും.
കാശിന് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കാശ് പ്രസംഗിക്കാൻ നിൽക്കാൻ. ഒരുത്തം വന്നിവിടെ വന്ന് ഈ യോഗത്തിൻ്റെ ഇടയിൽ 21 ദിവസം യോഗത്തിൻ്റെ ഇടയിൽ വന്നിട്ട് കറിയാ കൊച്ചിന് ഫീസ് കൊടുക്കാനില്ല, നമ്മളും കൂടി ചേർന്ന് പ്രാർത്ഥിച്ചു. അവൻ എൻ്റെ അനുഭവം പറയാം. അവൻ ഇപ്പോൾ വന്ന് സ്നാനപ്പെട്ടില്ലെങ്കിലും അവൻ ഈ സഭയെ തുടർന്ന് പോയില്ലെങ്കിലും ഒരുത്തൻ്റെ പരുവക്കേടിനകത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ മിക്കവാറും അവൻ്റെ കടം മാറും. എവിടെ നിന്നെങ്കിലും കർത്താവ് കാശ് കൊടുക്കും. ചിലപ്പോൾ അവൻ്റെ ജപ്തി തള്ളിപ്പോവും. ചിലപ്പോൾ കൊച്ച് ജയിക്കും, ചിലപ്പോൾ സ്വതന്ത്രം വിദേശത്ത് പോകാൻ വിസ. ഇതിനൊന്നും സ്നാനപ്പെടണമെന്നില്ല. ഇതിനൊന്നും സ്വതന്ത്രം പ്രത്യേകിച്ച് ഇവിടെ വന്ന് നിൽക്കണം. പക്ഷേ പരിശുദ്ധാത്മാഭിഷേകം കിട്ടണോ, ശക്തി കിട്ടണോ, ശുശ്രൂഷ കിട്ടണോ, അതിനുറച്ചെന്ന് തെളിയിക്കണം. നീ ദൈവത്തെ വിട്ട് പോകത്തില്ലെന്നും ദൈവത്തിന്റെ കയ്യിൽ നീ വിടത്തില്ലെന്നും അങ്ങനെ ദൈവത്തിന് വിശ്വസ്തനെന്നെണ്ണിയാൽ, പൗലോസിന്റെ വാക്ക് കേക്ക്, ഞാൻ പൗലോസ് ആയതുകൊണ്ടോ ഞാൻ സഭയെ ഉപദ്രവിച്ചത് കൊണ്ടല്ല എനിക്ക് ശുശ്രൂഷ കിട്ടിയത്. പിന്നെ എങ്ങനെ കിട്ടിയത്? എന്റെ ദൈവം എന്നെ വിശ്വസ്തനെന്നെണ്ണി. ഹല്ലേലൂയ. കോട്ടകളെ ഇടിക്കണോ, ദുഷ്ടാത്മശക്തികളെ പുറത്താക്കണോ, ആത്മാക്കളെ നേടണോ, ശുശ്രൂഷ ഉണ്ടാകണോ, ശുശ്രൂഷ തരണോ, വേണോ? അത് വേണമെങ്കിൽ ഉറപ്പിക്കണം. സ്തോത്രം ചെയ്യുന്നു. നീ സ്തോത്രം ചെയ്യുമ്പോഴും തീ പിടിക്കണമെങ്കിൽ ശുശ്രൂഷ ഉണ്ടാവണം. വല്ലവരും പിടിപ്പിച്ച തീക്കകത്ത് ചായ തിളപ്പിക്കാൻ ഇപ്പൊ ആർക്കാ പാടില്ലാത്ത? ഇപ്പൊ ഇൻഡക്ഷൻ കുക്കറും ഗ്യാസും ഉള്ളപ്പോ ഒന്നും ആന്റിമാർക്ക് പ്രശ്നമില്ല. പണ്ടത്തെ അമ്മച്ചിമാര് തീ പോലും കടം മേടിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു, എൻ്റെ ഓർമ്മയിലുണ്ട്. തീ പോലും എന്നെ ഒന്നിലധികം പ്രാവശ്യം എൻ്റെ അമ്മ അടുത്ത വീട്ടിൽ പോയി തീ കടം മേടിക്കാൻ വിട്ടിട്ടുണ്ട്. തീപ്പെട്ടിയില്ലാത്ത. ഇപ്പോഴേക്ക് എപ്പോഴല്ലേ വന്നത്? പക്ഷെ അന്ന് തീ ചകരിക്കകത്ത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പോയി രാവിലെ മഴയുള്ള സമയത്ത് അടുപ്പ് നനഞ്ഞു കിടക്കുന്ന സമയത്ത് ചകിരിക്കകത്ത് അപ്പുറ വീട്ടിൽ നിന്ന് അവര് തലേ ദിവസം വൈകുന്നേരം കത്തിച്ച തീക്കനല് അടുപ്പിനകത്ത് ചാരത്തിനകത്ത് മൂടിയിട്ടിരിക്കുക. അങ്ങനെയായിരുന്നു. നല്ല ഇന്ന് ഇതൊക്കെ ഉണ്ടായത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് തീ ചകിരിക്കകത്തേക്ക് വാരിയിടുമ്പോൾ ചകിരിക്ക് തീ പിടിക്കും. ഈ മടല്, തേങ്ങ പൊതിച്ചതിന്റെ മടല്, അതുകൊണ്ട് വന്നിട്ട് ഊതി ഊതി കത്തിക്കും. അയ്യോ, ഈ മഴയുള്ള കാലത്ത് അമ്മമാർക്കറിയാം. നിങ്ങളുടെ അമ്മമാരോട് ചോദിക്കണോ, രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാൻ വേണ്ടി അടുപ്പത്ത് തീ ഊതി കത്തിക്കുന്ന അമ്മയുടെ മോഹം പൊള്ളി കണ്ണ് നീറി പുക പിടിച്ച് അങ്ങനെ രാവിലത്തെ ചായ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അടുപ്പ് ചൂടായി. ഹല്ലേലൂയ. ഉടരബാല ശന്തലാരകശസി. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അടുപ്പ് കത്തുപിടിച്ചാൽ പിന്നെ മരുമോക്ക് വന്ന് കൂട്ടാനുണ്ടാക്കുവോ, മോക്ക് വന്ന് മുട്ട ഉണ്ടാക്കുവോ ഒക്കെ ചെയ്യാം. കാരണം അമ്മ കത്തിച്ചല്ലോ. മനസ്സിലായോ? ഹല്ലേലൂയ. പിന്നെ ഒന്നും ചെയ്യണ്ട, പിന്നെ വിറകിട്ട് കൊടുത്താൽ മതി. പക്ഷെ രാവിലെ 10 മണിക്ക് യോഗം തുടങ്ങുമ്പോൾ 10 മണിക്ക് ഊതി കത്തിക്കുന്ന, പാട്ടുപാടി കൈയടിച്ച് ഇത് കത്തിക്കുന്നവന് അവന്റെ എണ്ണം വേറെയാ. കത്തുപിടിക്കണമെങ്കിൽ ശുശ്രൂഷ ഉണ്ടാകണം, അകത്ത് തീ ഉണ്ടാകണം. അതിലൊരാളായി മാറാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകരക്കാലം ഈ കൂട്ടത്തോട് ചോദിക്കുന്നു, അതിലൊരാളായി മാറാൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ഉദ്ദേശം നടക്കട്ടെ. ദൈവം ചിലരെ തീ കലശങ്ങളാക്കി മാറ്റട്ടെ. തീ കലശങ്ങളായി സ്വർഗം മാറ്റട്ടെ.
ചേർന്ന് 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 ദൈവത്തിന് സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ. നന്ദിയോടെ 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 സ്തോത്രം. ചൂടക്ഷമനം ധികനം ധകനം ധനയം. ശുശ്രൂഷയുള്ളവൻ തീ പിടിപ്പിക്കും. അവൻ എല്ലോന്നെ തീക്കകത്ത് കത്തിക്കുന്നവനായിരിക്കില്ല. ഇന്ന് പകലിൽ നീ ഉറച്ചാൽ, നീ ബലപ്പെട്ടാൽ, നീ കൃപയിൽ ഉറച്ചാൽ, ഈ പാറമേൽ ഉറച്ചാൽ സ്വർഗം നിന്റെ അകത്തു ശുശ്രൂഷ തരും. ജീസസ്, ഹോളി സ്പിരിറ്റ്. കത്തട്ടെ, ചേർന്ന് ആരാധിക്ക്. ഒറ്റ തിരിഞ്ഞിരിക്കരുത്, ഇതിനകത്ത് ഒറ്റ തിരിഞ്ഞിരിക്കരുത്. ചേർന്ന് സ്തോത്രം ചെയ്യ. നിന്നെ ദൈവം ഒരു തീ കലശമാക്കി മാറ്റട്ടെ. ജയം 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 ജയം. ചുടലക്ഷമനം ധനയം ശകനം ധനം രമനം ധനയം ശകന തുരനലമരമ ശന്തലരകന. എവിടെ ചെന്നാലും, നീ എവിടെ ചെന്നാലും, നീ എവിടെ ചെന്നാലും അവിടെ തീ പിടിക്കണോ, അവിടെ കത്ത് പിടിക്കണോ. ശുശ്രൂഷ ഉള്ളവൻ ചെന്നാൽ അവിടെ സ്വർഗത്തിലെ തീ വ്യാപരിക്കോ, ദൈവപ്രവൃത്തി നടക്കോ. അങ്ങനെ ഒരു കൃപ ഉറച്ചവർക്ക് സ്വർഗം പകരട്ടെ. ഉറച്ചവനെ തീക്കനലാക്കി മാറ്റും ദൈവം. കൃപയിൽ ഉറച്ചവനെ, സഭയിൽ ഉറച്ചവനെ, വിശ്വാസത്തിൽ ഉറച്ചവനെ. വന്നും പോയി നിൽക്കുന്ന മലങ്കാക്കയല്ല, വന്നും പോയി നിൽക്കുന്ന മലങ്കാക്കയല്ല, ഉറച്ചവനെ സ്വർഗം തീ കലശമായി. ഉടനാദര സന്തനാദര റിഖനാദര ശബനഗടകാരിയ. ഓ ദൂരക്ഷമന റിഖനാദരയ ശംദര. ഓ വ്യാപരിക്കട്ടെ ദൈവത്തിന്റെ തീയായി, തീ പിടിപ്പിക്കുന്നവനായി. ദൂരജലാശ ഹംദലരഗദ ഉടലക്ഷമന തുരക ക്ഷമനം പ്രൗഢം തം രംധം ഗൗഡം തക്ഷമനം ധനയം ശകനം തം രംധ ഗൗഡ രാന തരംശ രാധ രംധ രഗന തരീക പ്രൗഢ ഹസ്ത ദൂര ബാന റിഗന ധരയ. ഓ റിക പ്രൗഢ ഛൈഡ ചാനം ദൂരച്ചാല റീഗച്ചാന റീഗത്താന തീബാബാല ബൗഡാബാല ഹന്ദാനാര ദിഗനാര ബൗഡാബാല ഹടഗനാര ശന്ദനാര ബൗഡാബാല ദീകനാര ഹന്ദന കൂടബാല റൗഡന ദീകനാര ഹന്ദന ദനാര റൗഡന ഹന്ദനാര ബൗഡന ഉന്നത ഉന്നത യേശുവേ രക്ഷക. പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൂരമാന ഹടകനാന ബൗഡമാന ശംദനാന രംധനാന രംധനാന ചൂടമാന രഗദനാന. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓ മഹത്വം. പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ വീണ്ടും പറയാം, വേണമെങ്കിൽ ഒരുപാട് സഭയിൽ കയറി ഇറങ്ങി നടക്കാം, എങ്ങും ഉറയ്ക്കാതെ
പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ കാലിലെ നീര് മാറുമായിരിക്കും, നടുവേദന മാറുമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കൊച്ചിന് IELTS പാസ്സാകാൻ പറ്റുമായിരിക്കും. പക്ഷെ നീ ചെല്ലുന്നിടത്ത് തീ പിടിക്കണമെങ്കിൽ നിനക്കൊരു ശുശ്രൂഷ ഉണ്ടാകണം. അത് ഉറച്ചവർക്കെ കിട്ടുള്ളൂ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. Hallelujah. Jesus. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഞാനൊരു വാക്യം എടുത്ത് വെച്ചിരിക്കുക. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പറഞ്ഞത് സെക്കരിയ പ്രവചനം 12:6 അതിനോട് അറ്റാച്ച് ചെയ്ത് പറയുക. 12:6 സെക്കരിയ പ്രവചനം 12:6. ഞാൻ യഹൂദ മേധാവികളെ, സെക്കരിയാവ് 12:6 ബൈബിളിലേക്ക് നോക്കി. ഞാൻ യഹൂദ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ ആക്കും. അതിനകത്തൊരു വാക്ക് കണ്ടോ? തീച്ചട്ടി. തീച്ചട്ടി എന്ന് പറയുന്നത് ഞാൻ ചിലരും പറഞ്ഞ പോലെയാ. സമാഗമന കൂടാരത്തിനകത്ത് യാഗപീഠത്തോട് ചേർന്ന് 5 ഉപകരണങ്ങളുണ്ട്. സമാഗമന കൂടാരത്തിനകത്ത് യാഗപീഠത്തോട് ചേർന്ന് 5 ഉപകരണങ്ങൾ. സ്തോത്രം. യാഗപീഠം യേശുക്രിസ്തുവിന് നിഴലാണ്. സ്തോത്രം. അതിനോട് ചേർന്ന 5 ഉപകരണങ്ങൾ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ 5 തരം ശുശ്രൂഷകന്മാർക്ക് നിഴലാണ്. സ്തോത്രം. അതിനകത്ത് ഒരു ഉപകരണമാണ്, 5 ഉപകരണങ്ങളിൽ ഒരു ഉപകരണമാണ് തീച്ചട്ടി, തീക്കലശം. തീക്കലശം എന്നാന്നറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവാലയത്തിനകത്ത് രാവിലെ യാഗപീഠത്തിൽ തീ പിടിപ്പിക്കാൻ വേണ്ടി അടുത്ത വീട്ടിലെ ചേച്ചിയുടെ വീട്ടിൽ പോയി തീ മേടിച്ചുകൊണ്ട് വന്ന യാഗപീഠത്തിൽ തീ പിടിപ്പിക്കാൻ പറ്റിയല്ല. സ്വർഗത്തിലെ തീയാണ് യാഗപീഠത്തിൽ ഉപയോഗിക്കുന്നത്. അതൊരിക്കൽ ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്ന തീയ് നാളത്തേക്ക് വേണ്ടി ഒരു തീ ചട്ടിക്കകത്ത്, തീ കലശത്തിനകത്ത് സൂക്ഷിച്ചു വെക്കും. തലേദിവസം യാഗം കഴിയുമ്പോൾ യാഗപീഠത്തിൽ നിന്ന് തീയെടുത്ത് ഈ തീ കലശത്തിനകത്ത് സൂക്ഷിച്ചു വെക്കും. രാവിലെ ആ തീ കലശം ഇതിനകത്ത് കുടഞ്ഞിടും. പിന്നെ യാഗം വൈകുന്നേരം വരെ നടന്നുകൊണ്ടിരിക്കും. രാത്രിയാകുമ്പോൾ അതിൽ നിന്ന് തീക്കനൽ വാരി തീക്കലശത്തിലിടും. തീക്കലശം. തീക്കലശത്തിന് ഒരു പണിയുള്ളൂ. രാവിലെ പെട്ടകത്തിന്റെ കാര്യം പറഞ്ഞ പോലെ സ്വർഗത്തിൽ നിറങ്ങിയ തീ കെടാതെ സൂക്ഷിക്കുക. നാളത്തേക്ക് തീ ബാക്കി വെക്കുക. ഇവിടെ ദൈവാത്മാവ് 12:6 പറയുന്നു, നിങ്ങളിൽ ചിലരെ ഞാൻ കറ്റകൾക്കടയിൽ തീ കലശം പോലെയാക്കും. തീ ചട്ടി, അത് തീയാ, വേറൊന്നും അതിനകത്തില്ല. സ്തോത്രം. അത് ഇതിനിടെ കയറ്റി വെച്ച കത്ത് പിടിക്കും. അപ്പൊ ദൈവികമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഉറക്കണം. ദൈവത്തിന് ബോധ്യം വാങ്ങണം. ദൈവം വിശ്വസിക്കണം. നിങ്ങളൊരു കാര്യം ഓർത്തോളണം, ഈ വരുന്നവരെ എല്ലാവരെയും കർത്താവ് വിശ്വസിക്കുന്നില്ല. ഞാൻ രാവിലെ പറഞ്ഞത് വചനത്തിലില്ലാത്ത ഒന്നും ഞാൻ പറയുകയല്ല, വചനത്തിൽ കണ്ടത് മാത്രമേ പറയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം, ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ തെളിവ്, എല്ലാത്തിനും തെളിവ് പറയാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 23, 24, 25 വാക്യം. ശ്രദ്ധിച്ചു വായിച്ചോട്ടോ. പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ യേശുക്രിസ്തു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് യഹൂദന്മാർ പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അടുത്തത്, യേശുവോ എല്ലാരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അതിനർത്ഥം എന്നാ? വന്നോനല്ല, അത്ഭുതം കണ്ടാൽ ആരാ വിശ്വസിക്കാത്ത? നിങ്ങൾ പറ്റെങ്കിൽ പാലക്കാട് ടൗണിൽ പബ്ലിക്കിന്റെ ഇടയിൽ ഭയങ്കര ദൈവകൃപയുള്ള രോഗശാന്തി ശുശ്രൂഷയുള്ള
ഒരു ദൈവദാസനെ വിളിച്ചു വരുത്തി പബ്ലിക്കായിട്ട് യോഗം നടത്തുക. ഒരു 25-30 മിനിറ്റ് പ്രസംഗിച്ചതിന് ശേഷം അദ്ദേഹം രോഗികളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീൽ ചെയറിൽ വന്നിരിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് ചാടുന്നു. സ്തോത്രം. ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ ആളുകൾ നടക്കുന്നു. അങ്ങനെ കണ്ടാൽ പിന്നെ ആരാ ഇവിടെ പിന്നെ തല്ലാൻ നിൽക്കും? ആരെങ്കിലും പിന്നെ തല്ലുന്ന മനുഷ്യനായിരിക്കില്ല, വലിയ പോത്തായിരിക്കും. കാരണം അത്രയും വലിയ അത്ഭുതം കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പിന്നെ ഇങ്ങോട്ട് വരുവുള്ളൂ. അപ്പൊ അത്ഭുതം കണ്ടപ്പോ യഹൂദന്മാരുടെ ഇടയിൽ പെസഹ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ യെരൂശലേമില യേശുവിനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് യഹൂദന്മാരുടെ ഇടയിൽ നിയമം വന്നിരിക്കുക. പക്ഷെ യേശു അത്ഭുതം ചെയ്തപ്പോൾ നിയമവിലക്കുകളെ ഭേദിച്ചുകൊണ്ട് ആളുകൾ യേശുവിനെ വിശ്വസിച്ചു. പക്ഷെ അടുത്ത പദം, യേശുവോ എല്ലാരെയും അറിവുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ. അതിനർത്ഥം യേശുവിന് എല്ലാവരെയും വിശ്വാസം അല്ലായിരുന്നു, പക്ഷെ യേശു ആർക്കും പിടികൊടുത്തില്ല. തന്നെത്താൻ അവരുടെ പക്കൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർക്കാർക്കും യേശുവിനെ കിട്ടിയില്ല. കാരണം യേശുവിനറിയാം ഇവൻ ഇത് കണ്ടിട്ട് അങ്ങോട്ട് മാറിയിട്ട് ആരെങ്കിലും കണ്ണുരുട്ടി കാണിക്കുമ്പോൾ അവൻ പറയും ഞാൻ കണ്ടില്ലെന്ന് പറയും. അപ്പം പിന്നെ യേശു പിന്നെ സ്തോത്രം വഴിയിലാവും. അതുകൊണ്ട് യേശു ഇവരെയൊക്കെ അറിയാവുന്നതിൻ്റെ പേരിൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. ആ വാക്ക് ഭയങ്കരമാണ്. ഞാൻ രാവിലെ പ്രസംഗിച്ചല്ലോ, എൻ്റെ അകത്ത് യേശു ഇരിക്കാന്ന് തീരുമാനിച്ച് എന്തുകൊണ്ടാ? എന്നെ വിശ്വസിച്ച് യേശു. അതുകൊണ്ട് എനിക്ക് യേശുവിനെ കിട്ടി. എന്നെ വിശ്വാസം. അല്ലെങ്കിൽ യേശു വന്നു, നീ വന്ന് എൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് നീ എന്തെങ്കിലും മേടി ദാതാവാണ്, നീ എന്തെങ്കിലും മേടി സൗഖ്യം മേടിച്ചോണ്ട് പൊക്കെ കുഴപ്പമില്ല. നിനക്ക് എന്നെ കിട്ടണമെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കണം. നിനക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ നീ എന്നെ വിശ്വസിച്ചാൽ മതി. നിനക്ക് വിടുതൽ കിട്ടണമെങ്കിൽ നീ എന്നെ വിശ്വസിച്ചാൽ മതി. പക്ഷെ നിനക്ക് എന്നെ കിട്ടണമെങ്കിൽ എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടാവണം. അല്ലേ വാക്യം? സ്തോത്രം. അപ്പൊ ഈ കൊച്ചു ജീവിതം കൊണ്ട് എല്ലാരെയും ഒന്നും ബോധിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും യേശുവിന് വിശ്വാസം ഉണ്ടാവണം. നമ്മൾ അവനെ പറ്റിക്കുകയല്ല, നമ്മൾ അവൻ ഇട്ടിട്ട് പോകുകയല്ല. അങ്ങനെ വിശ്വസിച്ചാൽ സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കെന്ന കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 4 പറയുന്നത് എന്താ? ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രത്തിലാകുന്നു. നിക്ഷേപം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ വിദേശത്ത് പോയി 30 കൊല്ലം ജോലി ചെയ്തു, നിങ്ങൾ നാട്ടിൽ തിരിച്ചു പോരുക. 30 കൊല്ലം ജോലി ചെയ്ത് തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 30 ലക്ഷം രൂപയുണ്ട്. 30 ലക്ഷം രൂപ നിങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ല. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും നിക്ഷേപിക്കണം. അതല്ലേ വാക്ക്? നിക്ഷേപിക്കണം. അപ്പം നിങ്ങളോട് പറയുകയാണ്, എൻ്റെ പൊന്നു സാറേ, സ്തോത്രം, 120 രൂപ പലിശ തരുന്നൊരു കമ്പനിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വരിക. മിക്കവാറും എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുക. 20 രൂപ പലിശ തരുമെന്ന് പറഞ്ഞാലും കാശിന് ആർത്തി കൊണ്ടിട്ടാൽ ഇപ്പം നമ്മൾ വാർത്ത വായിക്കുന്ന കിട്ടുന്നില്ലേ? പൊട്ടിപ്പോവും. പക്ഷെ നമ്മുടെ 30 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ നേരത്ത് നിങ്ങളൊരു 100 വട്ടം അന്വേഷിക്കും. പൊട്ടാൻ സാധ്യതയുണ്ടോ, സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടോ, ഗവൺമെൻറ് ലൈസൻസ് ഉണ്ടോ, ഇതെല്ലാം അന്വേഷിച്ചിട്ടേ വിവരമുള്ളവൻ നിക്ഷേപിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവം തമ്പുരാൻ സ്വർണ്ണ ബിസ്ക്കറ്റ് അല്ല, കാശല്ല, ഡോളറല്ല, ദൈവത്തിന് ഏറ്റവും വിലയേറിയ പരിശുദ്ധാത്മാവിനെ എവിടെയെങ്കിലും നിക്ഷേപിക്കണം. അതിന് കർത്താവ് ഒരു നിക്ഷേപകനെ തപ്പി ഇറങ്ങുക. അപ്പൊ പൊട്ടുന്ന കമ്പനി കൊണ്ടുവന്ന് യേശു നിക്ഷേപിക്കുന്ന ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഊതിയ പറക്കുന്ന നോട്ട് നിങ്ങൾ നിക്ഷേപിക്കില്ലെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ആത്മാവിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചൊരിഞ്ഞിട്ട് പോവോ? സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രികാലം ഞാൻ ആ വാക്യം മുഴുവൻ വിശദീകരിക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, പരിശുദ്ധാത്മാവിനെ കിട്ടിയെങ്കിൽ ദൈവം നമ്മളെ വിശ്വസിച്ചു.